ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ സംസ്ഥാനമായ കേരളം മനോഹരമായ കടൽ തീരങ്ങൾ, സമ്പന്നമായ സംസ്കാരം, സമൃദ്ധമായ പ്രകൃതി വിഭവങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. അറബിക്കടലിനടുത്തുള്ള 550 കിലോമീറ്റർ തീരപ്രദേശം വ്യാപാരത്തിനും വിനോദസഞ്ചാരത്തിനും തന്ത്രപരമായി പ്രധാനമാണ്. എന്നാൽ അതിന്റെ സ്ഥാനം തീവ്രവാദ ഭീഷണി ഉൾപ്പെടെയുള്ള അപകട സാധ്യതയിലേക്ക് കേരളത്തെ തുറന്നുകാട്ടുന്നു. തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന ചരിത്രമുള്ള പാകിസ്ഥാനുമായുള്ള കേരളത്തിന്റെ സാമീപ്യം കണക്കിലെടുക്കുമ്പോൾ അത്തരം ഗ്രൂപ്പുകളുടെ നുഴഞ്ഞുകയറ്റത്തിന് സംസ്ഥാനം ഇരയാകുന്നു. ഈ വീഡിയോയിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലേക്ക് നുഴഞ്ഞുകയറുന്ന സാഹചര്യത്തിന്റെ പ്രത്യാഘാതങ്ങൾ, അവർക്ക് ഉപയോഗിക്കാവുന്ന രീതികൾ, അടിയന്തരവും ദീർഘകാലവുമായ പ്രത്യാഘാതങ്ങൾ, അത്തരമൊരു സംഭവം തടയുന്നതിന് ആവശ്യമായ നടപടികൾ എന്നിവ നമ്മൾ പരിവേഷണം ചെയ്യും. ദക്ഷിണേഷ്യയിലെ ഭീകരവാദം പതിറ്റാണ്ടുകളായി ഗുരുതരമായ പ്രശ്നമാണ്. വിവിധ തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നതിലും അഭയം നൽകുന്നതിലും പാകിസ്ഥാൻ പ്രധാന പങ്കുവഹിക്കുന്നു. ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകൾ ഇന്ത്യയെ പലതവണ ലക്ഷ്യമിട്ടിട്ടുണ്ട്. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണവും 2008 മുംബൈ ആക്രമണവും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഗ്രൂപ്പുകൾ നടത്തിയതാണ് ഈ ആക്രമണങ്ങളിൽ ഏറ്റവും പ്രധാനം. ഈ തീവ്രവാദ സംഘടനകൾ ചരിത്രപരമായി അയൽ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ വിവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രാഥമികമായി ജമ്മു കാശ്മീർ പോലുള്ള പ്രദേശങ്ങളെ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും തന്ത്രപ്രധാനമായ തീരപ്രദേശമുള്ള കേരളവും അപകടത്തിലായേക്കാം. പ്രത്യേകിച്ച് കര അതിർത്തികളെപ്പോലെ സമുദ്രപാതകൾ കർശനമായി നിരീക്ഷിക്കപ്പെടാത്തതിനാൽ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്ന തീവ്രവാദികൾ ഉയർത്തുന്ന ഭീഷണി യാഥാർത്ഥ്യമാണ്. കടലിന്റെ വിശാലതയും സങ്കീർണതയും കേരളത്തിലെ തിരക്കേറിയ തുറമുഖങ്ങളും സംസ്ഥാനത്തെ പ്രത്യേകിച്ച് ദുർബലമാക്കുന്നു. തീവ്രവാദികൾക്ക് ആക്രമണങ്ങൾ നടത്താനോ സംസ്ഥാനത്തേക്ക് ആയുധങ്ങൾ കടത്താനോ ഈ കടൽപാതകൾ ഉപയോഗിക്കാം. ഇത് ദേശീയ സുരക്ഷയെ സംബന്ധിച്ച് പ്രധാന ആശങ്കയായി മാറുന്നു. തീവ്രവാദികൾക്ക് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ നിരവധി മാർഗങ്ങളുണ്ട്. ഏറ്റവും വ്യക്തമായ വഴി കടൽ വഴിയായിരിക്കും. നിരവധി മത്സ്യബന്ധന ഗ്രാമങ്ങളും തിരക്കേറിയ വാണിജ്യ തുറമുഖങ്ങളും നിറഞ്ഞതാണ് കേരളത്തിന്റെ നീണ്ട തീരപ്രദേശം. ഈ തുറമുഖങ്ങൾ ഗണ്യമായ വ്യാപാരം കൈകാര്യം ചെയ്യുന്നു. കൊച്ചി തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര കവാടങ്ങളിൽ ഒന്നാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും ഈ പ്രദേശങ്ങൾ നിരീക്ഷിക്കാൻ പ്രവർത്തിക്കുമ്പോൾ ഗതാഗതത്തിന്റെ അളവ് തീവ്രവാദികൾ ഉപയോഗിക്കുന്ന ചെറിയ ബോട്ടുകളോ കപ്പലുകളോ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. മുൻകാലങ്ങളിൽ തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന ഒരു സാധാരണ തന്ത്രം അന്താരാഷ്ട്ര ജലമേഖലയിലൂടെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉദ്യോഗസ്ഥരും പോലും കൊണ്ടുപോകാൻ മത്സ്യബന്ധന ബോട്ടുകളോ ചരക്ക് കപ്പലുകളോ ഉപയോഗിക്കുക എന്നതായിരുന്നു. ഈ ബോട്ടുകൾക്ക് തീരത്തെ ചെറുതും നിരീക്ഷിക്കപ്പെടാത്തതുമായ തുറമുഖങ്ങളിൽ ഡോക്ക് ചെയ്യാൻ കഴിയും. ഇത് അത്തരം നുഴഞ്ഞുകയറ്റങ്ങൾ കണ്ടെത്താനും തടയാനും ബുദ്ധിമുട്ടാക്കുന്നു. തീവ്രവാദികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ ചെറിയ കപ്പലുകളോ വിനോദ ബോട്ടുകളോ ഉപയോഗിക്കാം. അത്തരം കപ്പലുകൾ ഉപയോഗിച്ച് കേരളത്തിന്റെ തീരപ്രദേശത്തേക്ക് നുഴഞ്ഞു കയറുന്നത് സംസ്ഥാനത്തെ പ്രധാന തുറമുഖങ്ങളുടെ കൂടുതൽ കനത്ത നിരീക്ഷണമുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കാൻ തീവ്രവാദികളെ അനുവദിക്കും. കേരളത്തിന്റെ തീരത്ത്, പ്രത്യേകിച്ച് ആലപ്പുഴ, കണ്ണൂർ, കൊല്ലം തുടങ്ങിയ പ്രദേശങ്ങളിൽ താരതമ്യേന തുറന്ന ജലം, നിരന്തരമായ നിരീക്ഷണത്തിലല്ലാത്ത നിരവധി പ്രവേശന പോയിന്റുകൾ വാഗ്ദാനം ചെയ്യുന്നു. തീവ്രവാദികളെ വഹിക്കുന്ന ചെറിയ ബോട്ടുകൾക്കോ കപ്പലുകൾക്കോ ഈ വഴികളിലൂടെ സഞ്ചരിക്കാനും അവർക്ക് ഒളിച്ചിരിക്കാനോ ആക്രമണം നടത്താനോ കഴിയുന്ന തീരപ്രദേശങ്ങളുടെ വിദൂര ഭാഗങ്ങളിൽ ഇറങ്ങാനും കഴിയും. നുഴഞ്ഞുകയറ്റത്തിനുള്ള മറ്റൊരു മാർഗം വായുവിലൂടെയാണ്. കേരളത്തിലേക്കുള്ള വിമാനയാത്ര സമുദ്രപാതകളെക്കാൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും തീവ്രവാദികൾക്ക് ഇപ്പോഴും ഈ മേഖലയിലേക്ക് നുഴഞ്ഞു കയറാൻ ചെറിയ വിമാനങ്ങളോ ഡ്രോണുകളോ ഉപയോഗിക്കാം. വലിയ വാണിജ്യ വിമാനങ്ങൾ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാണെങ്കിലും ചെറിയ സ്വകാര്യ വിമാനങ്ങൾക്ക് പാരമ്പര്യേതര പറക്കൽപാത സ്വീകരിക്കുകയോ കുറഞ്ഞ ഉയരത്തിൽ പറക്കുകയോ ചെയ്താൽ കണ്ടെത്തൽ ഒഴിവാക്കാൻ കഴിയും. മറുവശത്ത് ഡ്രോണുകൾ നിരീക്ഷണത്തിനോ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടത്താനോ ഉപയോഗിക്കാം. തീവ്രവാദികൾ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് താരതമ്യേന പുതിയതാണെങ്കിലും സൈനിക കേന്ദ്രങ്ങളും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിടുന്നതിന് ഡ്രോണുകൾ ഉപയോഗിച്ച സിറിയ, ഇറാഖ് തുടങ്ങിയ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇത് കണ്ടു. അവസാനമായി നുഴഞ്ഞുകയറ്റത്തിനുള്ള മറ്റൊരു സാധ്യതയുള്ള രീതിയിൽ പ്രാദേശിക സഹകാരികളുടെയോ സ്ലീപ്പർ സെല്ലുകളുടെയോ ഉപയോഗം ഉൾപ്പെടാം. പല കേസുകളിലും തീവ്രവാദികൾ തിരിച്ചറിയപ്പെടാത്ത ഒരു പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നതിന് അനുഭാവികളുടെ പ്രാദേശിക ശൃംഖലകളെ ആശ്രയിക്കുന്നു. ഈ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറുന്ന തീവ്രവാദികൾക്ക് പാർപ്പിടം, ഭക്ഷണം, ഗതാഗതം തുടങ്ങിയ നിർണായക ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകാൻ ഈ സ്ലീപ്പർ സെല്ലുകൾക്ക് കഴിയും. വൈവിധ്യമാർന്ന ജനസംഖ്യയുള്ള കേരളം തീവ്രവാദത്തിന് ഇരയാകാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും സമാധാനപരവും മിതവാദികളുമാണെങ്കിലും തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങൾ വേരൂന്നാൻ കഴിയുന്ന പോക്കറ്റുകൾ ഉണ്ടാകാം, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്കിടയിൽ. വിദേശ തീവ്രവാദ സംഘടനകളുടെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഗ്രൂപ്പുകളെ ഉപയോഗിക്കാം. കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ അന്താരാഷ്ട്ര സമുദ്രത്തിന്റെ സാമീപ്യത്തിന് മാത്രമല്ല, അവയുടെ സാമ്പത്തികവും സാംസ്കാരികവുമായ പ്രാധാന്യത്തിനും തന്ത്രപരമായി പ്രധാനമാണ്. വ്യാപാരത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കൊച്ചി തുറമുഖം ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ ചരക്കുകളുടെ ഗണ്യമായ ഭാഗം ഈ തുറമുഖം കൈകാര്യം ചെയ്യുന്നു. നാളികേരം, റബ്ബർ, തേയില തുടങ്ങിയ കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുടെ കവാടമായും ഇത് പ്രവർത്തിക്കുന്നു. കൊച്ചി തുറമുഖത്തിലോ കേരളത്തിലെ മറ്റേതെങ്കിലും തുറമുഖത്തിലോ
ഒരു ഭീകരാക്രമണം ഈ വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും വലിയ സാമ്പത്തിക നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും. സംസ്ഥാനത്തിന്റെ മത്സ്യബന്ധന വ്യവസായവും തീരപ്രദേശങ്ങളെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. കേരളത്തിന്റെ തീരത്ത് നിരവധി മത്സ്യബന്ധന ഗ്രാമങ്ങളുണ്ട്. ഈ വ്യവസായം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗം നൽകുന്നു. ഈ ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഒരു ഭീകരാക്രമണം അല്ലെങ്കിൽ മത്സ്യബന്ധന ബോട്ടുകളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ വിനാശകരമായി ബാധിക്കും. കൂടാതെ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന ഇന്ത്യയിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരളം. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങൾ, അവയുടെ പ്രാചീനമായ കടൽ തീരങ്ങൾ, കായലുകൾ, സാംസ്കാരിക പൈതൃക സ്ഥലങ്ങൾ എന്നിവ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ്. ഈ പ്രദേശങ്ങൾക്കെതിരായ ആക്രമണം ടൂറിസം വരുമാനത്തിൽ ഗണ്യമായ നഷ്ടമുണ്ടാക്കുകയും അത് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുകയും ചെയ്യും. സുരക്ഷാ കാഴ്ചപ്പാടിൽ ഇന്ത്യയുടെ ദേശീയ പ്രതിരോധത്തിൽ കേരളത്തിന്റെ തീരപ്രദേശങ്ങളും നിർണായക പങ്കുവഹിക്കുന്നു. കേരളം സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറൻ തീരം ഉൾപ്പെടെ ഇന്ത്യയുടെ വിപുലമായ തീരപ്രദേശം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനുമാണ്. അന്താരാഷ്ട്ര ജലമേഖലയുമായി കേരളത്തിന്റെ സാമീപ്യം അർത്ഥമാക്കുന്നത് ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ തന്ത്രത്തിന്റെ പ്രധാന ഘടകമാണ് ഈ സംസ്ഥാനം എന്നാണ്. കേരളത്തിലേക്ക് തീവ്രവാദികളുടെ ഏതൊരു നുഴഞ്ഞുകയറ്റവും ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം അതിർത്തികൾ ഫലപ്രദമായി നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള ഇന്ത്യയുടെ കഴിവിനെ ഇത് ബാധിക്കും. തീവ്രവാദികൾ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലേക്ക് നുഴഞ്ഞുകയറുകയാണെങ്കിൽ അതിന്റെ പെട്ടെന്നുള്ള ആഘാതം നിരവധി പ്രധാന പ്രദേശങ്ങളിൽ അനുഭവപ്പെടും. ഒന്നാമതായി, സുരക്ഷാ സാഹചര്യം കൂടുതലാക്കണം. കേരള സർക്കാർ കേന്ദ്ര സർക്കാരുമായി ഏകോപിപ്പിച്ച് നിയമനിർവഹണ ഏജൻസികളെയും സൈനിക സേനകളെയും വിന്യസിക്കേണ്ടതുണ്ട്. കൂടുതൽ നുഴഞ്ഞുകയറ്റം തടയുന്നതിനായി കരസേനയ്ക്കും നാവികസേനയ്ക്കുമൊപ്പം സംസ്ഥാന പോലീസ് കർഫ്യൂ ഏർപ്പെടുത്തുകയും റോഡുകൾ തടയുകയും തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും നിരീക്ഷിക്കുകയും ചെയ്യണം. സുരക്ഷാ സേനയുടെ സാന്നിധ്യം വർദ്ധിക്കുകയും ചെക്ക് പോസ്റ്റുകളും റോഡ് തടസ്സങ്ങളും ദുരിതബാധിത പ്രദേശങ്ങളിൽ സാധാരണ കാഴ്ചയായി മാറുകയും ചെയ്യും. പൊതുജനങ്ങളുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുകയും അത് വൻതോതിലുള്ള പരിഭ്രാന്തിക്കും ഭയത്തിനും കാരണമാകുകയും ചെയ്യും. നിരവധി ആളുകൾ തങ്ങളുടെ ജീവൻ ഭയപ്പെടുന്നതിനാൽ പ്രദേശവാസികൾ അതീവ ജാഗ്രതയിലായിരിക്കും. അക്രമത്തിലുള്ള സാധ്യത അസ്വസ്ഥതയും അനിശ്ചിതത്വവും സൃഷ്ടിക്കും. തീരത്തിനടുത്ത് താമസിക്കുന്ന സമൂഹങ്ങൾ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുർബലരാകും. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഈ സമുദായങ്ങളെ ലക്ഷ്യമിട്ട് അരാജകത്വവും ഭയവും സൃഷ്ടിക്കാൻ കഴിയും. തൽഫലമായി ഉണ്ടാകുന്ന അക്രമം സാധാരണക്കാർക്കിടയിൽ നാശനഷ്ടങ്ങൾക്ക് കാരണമാകും. അത്തരമൊരു നുഴഞ്ഞുകയറ്റത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. സുരക്ഷാ കാരണങ്ങളാൽ വിനോദസഞ്ചാരികൾ സംസ്ഥാനം സന്ദർശിക്കുന്നത് ഒഴിവാക്കുന്നതിനാൽ കേരളത്തിലെ ടൂറിസം വ്യവസായത്തെ സാരമായി ബാധിക്കും. ടൂറിസത്തെ ആശ്രയിക്കുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, മറ്റു ബിസിനസ്സുകൾ എന്നിവയിൽ ഉപഭോക്താക്കളുടെ കുറവ് അനുഭവപ്പെടും. ഇത് പിരിച്ചുവിടലുകളിലേക്കും അടച്ചുപൂട്ടലുകളിലേക്കും നയിക്കും. പ്രത്യേകിച്ചും തീവ്രവാദികൾ മത്സ്യബന്ധന കപ്പലുകൾ ലക്ഷ്യമിടുകയോ പ്രാദേശിക മത്സ്യവിപണികളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ സംസ്ഥാനത്തെ മത്സ്യബന്ധന വ്യവസായവും ബാധിക്കും. കൂടാതെ ഇന്ത്യയുടെ ഒരു പ്രധാന വ്യാപാര കവാടമായ കേരളമായതിനാൽ വ്യാപാരത്തിൽ ഉണ്ടാകുന്ന സ്വാധീനം രാജ്യത്തിലുടനീളം അനുഭവപ്പെടും. കൊച്ചി തുറമുഖത്തെ തടസ്സങ്ങൾ ചരക്കുകളുടെ വിതരണം വൈകുന്നതിനും രാജ്യത്തിലുടനീളമുള്ള വ്യവസായങ്ങളെ ബാധിക്കുന്നതിനും കാരണമാകും. കേരളം ഈ പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് നിർണ്ണയിക്കുന്നതിൽ അത്തരമൊരു സംഭവത്തോടുള്ള രാഷ്ട്രീയ പ്രതികരണം നിർണായകമായിരിക്കും. പ്രാദേശിക തലത്തിൽ ദ്രുതവും ഫലപ്രദവുമായ പ്രതികരണം ഉറപ്പാക്കാൻ കേരള സർക്കാർ ഇന്ത്യൻ കേന്ദ്ര സർക്കാരുമായും സൈന്യവുമായും ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ദുരന്ത നിവാരണ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കേണ്ടതുണ്ട്. സർക്കാർ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. സമാധാനം നിലനിർത്താനും ജനങ്ങൾക്കിടയിൽ വ്യാപകമായ പരിഭ്രാന്തി തടയാനും രാഷ്ട്രീയ നേതൃത്വവും പ്രവർത്തിക്കേണ്ടതുണ്ട്. ദേശീയ തലത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ഇന്ത്യൻ സർക്കാർ വേഗത്തിൽ നടപടിയെടുക്കണം. അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനും കൂടുതൽ നുഴഞ്ഞുകയറ്റം തടയുന്നതിനും ഇന്ത്യൻ സൈന്യത്തെയും നാവികസേനയും വിന്യസിക്കണം. അവശേഷിക്കുന്ന ഏതെങ്കിലും തീവ്രവാദ സെല്ലുകളെ കണ്ടെത്താനും ഇല്ലാതാക്കാനും രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കണം. അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനും അതിർത്തി കടന്നുള്ള ഭീകരവാദം തടയുന്നതിനും ഇന്ത്യ അന്താരാഷ്ട്ര പങ്കാളികളുമായി, പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളുമായി ഇടപഴകാൻ സാധ്യതയുണ്ട്. ഭീകരതയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ത്യ പാകിസ്ഥാനുമായി ഇടപഴകേണ്ടതിനാൽ നയതന്ത്ര നടപടികളും നിർണായകമാകും. കേരളത്തിലെ തീവ്രവാദ നുഴഞ്ഞുകയറ്റത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായിരിക്കും. ആക്രമണത്തോടുള്ള പ്രതികരണമായി സംസ്ഥാനത്തിന്റെ സുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങൾ ഗണ്യമായ പരിഷ്കരണത്തിന് വിധേയമാകും. ഭാവിയിലെ നുഴഞ്ഞുകയറ്റങ്ങൾ കണ്ടെത്തുന്നതിനായി മെച്ചപ്പെട്ട നിരീക്ഷണ സംവിധാനങ്ങളോടെ തീരദേശ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് കേരളം നിക്ഷേപം നടത്തേണ്ടതുണ്ട്. ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും തീരത്ത് തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പ്രാദേശിക നിയമ നിർവഹണ ഏജൻസികൾ ദേശീയ സുരക്ഷാ സേനയുമായുള്ള ഏകോപനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ ആക്രമണങ്ങൾ തടയുന്നതിനും സംസ്ഥാനത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിനോദസഞ്ചാര, മത്സ്യബന്ധന വ്യവസായങ്ങൾ നുഴഞ്ഞുകയറ്റം മൂലമുണ്ടാകുന്ന തടസ്സങ്ങളിൽ നിന്ന് കരകയറാൻ സമയമെടുക്കുന്നതിനാൽ സാമ്പത്തികമായി കേരളം മാന്ദ്യം അനുഭവിക്കും. വിനോദസഞ്ചാരികൾക്ക് സമാധാനപരവും സുരക്ഷിതവുമായ ലക്ഷ്യസ്ഥാനം എന്ന നിലയിലുള്ള സംസ്ഥാനത്തിന്റെ പ്രശസ്തി കളങ്കപ്പെടുകയും ആ പ്രതിച്ഛായ പുനർനിർമ്മിക്കാൻ വർഷങ്ങളെടുക്കുകയും ചെയ്യും. ആക്രമണം മൂലമുണ്ടാകുന്ന വ്യാപാര തടസ്സങ്ങൾ
ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് കൊച്ചി തുറമുഖം ലക്ഷ്യമിടുകയാണെങ്കിൽ വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുകയും ചരക്കുകൾ വൈകുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നതിനാൽ കേരളത്തിലെ ബിസിനസ്സുകൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. സാമൂഹികമായി ആക്രമണത്തിന്റെ ആഘാതം കേരളത്തിലെ സമുദായങ്ങൾക്കിടയിൽ പിരിമുറുക്കവും ഭിന്നതയും വർദ്ധിപ്പിക്കും. തീവ്രവാദത്തെക്കുറിച്ചുള്ള ഭയം വിവിധ മതവംശീയ വിഭാഗങ്ങൾക്കിടയിൽ സംശയത്തിനും ശത്രുതയ്ക്കും കാരണമാകും. തീവ്രവാദത്തിനുള്ള സാധ്യത പ്രത്യേകിച്ച് ജനസംഖ്യയിലെ ദുർബല വിഭാഗങ്ങൾക്കിടയിൽ വർദ്ധിച്ചേക്കാം. തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങളുടെ വ്യാപനം തടയാൻ തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങൾ ആവശ്യമാണ്. ഭാവിയിൽ ഇത്തരം നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിരവധി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി കേരളത്തിന്റെ സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തണം. സംസ്ഥാനത്തിന്റെ തീരപ്രദേശം കൂടുതൽ ഫലപ്രദമായി നിരീക്ഷിക്കാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇതിന് ഡ്രോണുകൾ, റഡാർ സംവിധാനങ്ങൾ, നൂതന സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ ഉപയോഗം ഉൾപ്പെടെ കൂടുതൽ നിരീക്ഷണം ആവശ്യമാണ്. സംശയാസ്പദമായ കപ്പലുകൾ ഇന്ത്യൻ കടലിൽ എത്തുന്നതിന് മുമ്പ് അവയെ കണ്ടെത്തുന്നതിനും തടയുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര ഏജൻസികളുമായുള്ള സഹകരണ ശ്രമങ്ങൾ നിർണായകമാണ്. രണ്ടാമതായി പ്രാദേശിക, സംസ്ഥാന, ദേശീയ അധികാരികൾ തമ്മിലുള്ള ഇന്റലിജൻസ് പങ്കിടൽ വർദ്ധിപ്പിക്കണം. സാധ്യതയുള്ള ഭീഷണികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് തീവ്രവാദ വിരുദ്ധ ഏജൻസികൾ പ്രാദേശിക നിയമപാലകരുമായും സമൂഹങ്ങളുമായും ചേർന്ന് പ്രവർത്തിക്കണം. തീവ്രവാദത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്നും പൗരന്മാരെ ബോധവൽക്കരിക്കുന്നതിന് പൊതു അവബോധ പരിപാടികൾ ആരംഭിക്കണം. അവസാനമായി പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുമായി ഇടപഴകാനും ദുർബലരായ വ്യക്തികൾക്ക് ബദൽ അവസരങ്ങൾ നൽകാനും ശ്രമിക്കണം. ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുന്നതിന് താഴെത്തട്ടിൽ തീവ്രവാദം തടയുന്നത് നിർണായകമാകും. തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങളുടെ ആകർഷണം കുറയ്ക്കുന്നതിന് വിവിധ സമുദായങ്ങൾക്കിടയിൽ ഉൾച്ചേർക്കലും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ചുരുക്കത്തിൽ തീവ്രവാദികൾക്ക് കേരളത്തിലെ തീരപ്രദേശങ്ങളിലേക്ക് തുഴഞ്ഞു കയറാനുള്ള സാധ്യത യഥാർത്ഥവും അടിയന്തരവുമായ ഭീഷണിയാണ്. സംസ്ഥാനത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും സാമ്പത്തിക പ്രാധാന്യവും കണക്കിലെടുക്കുമ്പോൾ അത്തരം നുഴഞ്ഞുകയറ്റം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പൊതുസുരക്ഷ, സാമ്പത്തിക തകർച്ച എന്നിവയുടെ കാര്യത്തിൽ പെട്ടെന്നുള്ള പ്രത്യാഘാതങ്ങൾ അനുഭവപ്പെടും. ദീർഘകാല പ്രത്യാഘാതങ്ങളിൽ സംസ്ഥാനത്തിന്റെ സുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങളും സമ്പദ് വ്യവസ്ഥയ്ക്കും സാമൂഹിക ഘടനയ്ക്കും കേടുപാടുകളും ഉൾപ്പെടും. എന്നിരുന്നാലും ശക്തമായ സുരക്ഷാ നടപടികൾ, മികച്ച ഇന്റലിജൻസ് പങ്കിടൽ, തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങൾ എന്നിവയിലൂടെ കേരളത്തിന് അതിന്റെ ദുർബലത കുറയ്ക്കാനും അത്തരമൊരു സംഭവം യാഥാർത്ഥ്യമാകുന്നത് തടയാനും കഴിയും. ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.